വളരെ വളരെ വിഷമകരമായൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ ഇതെല്ലാം നേരത്തെ മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ ഉള്ളപ്പോൾ എന്തായാലും ഗവൺമെൻറ് ഇതൊക്കെ പരിശോധിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. ഞാനിപ്പം ശ്രീ തോമസ് ഉണ്ണിച്ചായൻ്റെ ഗോഡൗൺ സന്ദർശിച്ചു. 5000-ലധികം സിമൻറ്റ് ചാക്കുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ സ്ഥാപനത്തിൽ ചെല്ലുമ്പം കണ്ണീരോടുകൂടി വിഷമത്തോടുകൂടി കച്ചവടക്കാർ പറയുകയാണ്. എല്ലാ വർഷവും ഇത് ആവർത്തിക്കുകയാണ്. സർക്കാർ തീർച്ചയായും ഇത് ശ്രദ്ധിക്കണം. ഇത്തരം ദുരന്തങ്ങൾ നേരത്തെ അറിയിക്കാനുള്ള സംവിധാനം രാജ്യത്തുണ്ട്, ലോകത്തുണ്ട്. ഇന്നത്തെ ശാസ്ത്ര പുരോഗതിയെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ഇത്തരം ഇടത്തരം കച്ചവടക്കാരും നാട്ടുകാരും ഇത്തരം ദുരനുഭവങ്ങൾ പെടുമ്പോൾ വെറുതെ കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല. അതിന് വേണ്ടുന്ന മുൻകരുതൽ തീർച്ചയായും ഗവൺമെൻറ് എടുക്കണം. തീർച്ചയായും ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. ഇവരെ ഗവൺമെൻറ് ഏറ്റെടുക്കണം. ഇവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്യാൻ ഉത്തരവാദിത്വ സർക്കാരുണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. റാന്നിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വ്യാപാരികൾക്ക് ഉണ്ടായിട്ടുള്ളൂ. കോടികൾ ഈ പാവപ്പെട്ട മനുഷ്യന് തന്നെ 5000-ലധികം ചാക്ക് സിമെൻറ്റ് തന്നെ നഷ്ടപ്പെട്ടു. അവിടെ ഇരിപ്പുണ്ട് ഗോഡൗണിൽ 1 ചാക്ക് സിമെൻറ്റ്. അപ്പോൾ അതുപോലെ ഓരോ കടകൾ, ഇപ്പോൾ ഇത്തരം ഓരോ കടകൾ എടുത്താൽ 10 ലക്ഷം രൂപയുടെ ചരക്കുള്ളവന് 10 ലക്ഷവും പോയി. ഓണമാണ്, അവരുടെ മുഴുവൻ സമ്പത്തും സാഹചര്യങ്ങളും എല്ലാം ഓണത്തിന് വേണ്ടി കരുതി വെച്ച എല്ലാം തീർന്നു. ഇവിടെ മാത്രമല്ല, പത്തനംതിട്ട ജില്ല, കോട്ടയം ജില്ല അടക്കമുള്ള ഈ 2 ജില്ലകളിലെ പരിപൂർണമായി വ്യാപാര വ്യവസായം നശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് മന്ത്രിമാർ ശ്രദ്ധിക്കണം. വിശ്വനാഥ് മിനിസ്റ്റർ ഇവിടെ എത്തി അന്ന് സന്ദർശിച്ചു, ഒക്കെ ഗുണമുണ്ട്. പക്ഷേ കാര്യമായിട്ട് ഏതെങ്കിലും തരത്തിൽ ചർച്ച നടന്നു? ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. പിന്നെ വെള്ളിയാഴ്ച നേരിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സംസാരിക്കാൻ അവസരം തന്നിരിക്കുകയാണ്. അന്നേരം കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഇതിപ്പോൾ ഒരു സ്ഥിരം സംഭവമായി മാറുവാണല്ലോ. അതെ, കഴിഞ്ഞ 18-ലെ പ്രളയത്തിലും ഇത് തന്നെയായിരുന്നു സംഭവിച്ചത്. ഇതിൻ്റെ വലിയ തോതിലുള്ള നഷ്ടം സംഭവിച്ചു. പക്ഷേ ആ ഗവൺമെൻറ് നമ്മളെ കൂടെ ചേർത്ത് നിർത്തിയില്ല. ഗവൺമെൻറ് വേണ്ട വിധത്തിൽ വ്യാപാരികളെ സഹായിച്ചില്ല. പക്ഷേ ഈ ഗവൺമെൻറ് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഈ ഗവൺമെൻറ് വ്യാപാരികളെ അതുപോലെ തന്നെ ഈ സംരംഭകരെ സംരക്ഷിക്കും എന്ന പൂർണ്ണമായ വിശ്വാസമാണ് നമുക്കുള്ളത്. 10 ലക്ഷം പേർ തൊഴിൽ ചെയ്യുന്നൊരു മേഖലയാണിത്. ഇപ്പോൾ ഇവിടെ തന്നെ 500-ലധികം സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. ആ 500 കുടുംബങ്ങളും ബുദ്ധിമുട്ടനുഭവിക്കുന്നു. ആ 500 കുടുംബങ്ങളിൽ ആ സ്ഥാപനങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ 4 വരെ കുട്ടികൾ 2000 കുടുംബങ്ങൾ അതിൻ്റെ ദുരിതഫലം അനുഭവിക്കുകയാണ്. ഗവൺമെൻറ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടത് ഈ പുഴകളിൽ നിന്നുള്ള ഈ ബഡ് ഇത് ചെളി നീക്കം ചെയ്യുകയും ആവശ്യത്തിനനുസരിച്ച് അതിന് ആഴം വർദ്ധിപ്പിക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്യണ്ടേ. കഴിഞ്ഞ യോഗത്തിൽ ഞാൻ പങ്കെടുത്തതാണ്. ഇവിടെ റാന്നി RD ഓഫീസ് വെച്ച് നടന്ന യോഗത്തിൽ മന്ത്രി അത് സൂചിപ്പിച്ചു. MLA ശ്രീ പഴകുളം മധു അത് പറഞ്ഞു. മണ്ണ് മാറ്റണം, ഈ വെള്ളം ഒഴുകി വരുന്നത് പോകാനുള്ള സംവിധാനം ഉണ്ടാവണം. ഇത് ഗവൺമെൻറ് ദീർഘകാല ചിന്തയോടുകൂടി പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ വലിയ അപകടത്തിൽ ചെന്ന് ചാടും. അതുകൊണ്ട് അത്തരത്തിൽ ഒരു സംവിധാനം ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാകണമെന്നും ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരണ്ടേ. ഇതൊരു സാമൂഹിക വിപത്തല്ലേ, ഇതൊരു പ്രകൃതിക്ഷോഭമല്ലേ. പ്രകൃതിക്ഷോഭത്തിൽപ്പെടുന്നവരെ സഹായിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഗവൺമെൻറ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതിനു വേണ്ടിയിട്ട് വെള്ളിയാഴ്ച മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഇവരെ സഹായിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. വ്യാപാരികളുടെ ഈ സംഘടന കേൾക്കാൻ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ഒരു സമീപനം തന്നെ വലിയൊരു കാര്യമാണ്. അതെ. ഇപ്പോൾ 2018 ഇതിനേക്കാൾ ഭീകരമായിരുന്നു, വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ ഇതിന് സ്ഥായിയായ ഒരു പരിഹാരം കാണുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് എടുക്കണം. എങ്കിൽ മാത്രമേ, കാരണം ഏറ്റവും കൂടുതൽ സാമ്പത്തിക നഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത് വ്യാപാരികളാണ്. അവർ ഒന്നാമത് ഈ ഓണക്കാലത്തായിട്ട് ഒരുപാട് സ്റ്റോക്ക് ചെയ്തു. ആ ഓണത്തിന് വേണ്ടി കച്ചവടം ചെയ്യാൻ വേണ്ടി എടുത്ത സ്റ്റോക്ക് സഹിതം എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അവർ പിന്നെയും അവർ റിക്കവർ ചെയ്ത് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ പമ്പാ നദിയിലുള്ള എക്കലും അത് മാറ്റാനും അതിൻ്റെ ആഴം കൂട്ടാനുള്ള പരിശ്രമം, അതുപോലെ തന്നെ ഇതിന് സൈഡിൽ നിന്ന് തോട് പോകുന്നുണ്ട്. ആ തോട് അതിൻ്റെ വീതി കൂട്ടുകയും അതിൻ്റെ ആഴം കൂട്ടുകയും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ പ്രകൃതി തന്നെ നമുക്കൊരു സംരക്ഷണം തരത്തക്ക തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഏജൻസിക്കും ചെയ്യാൻ പറ്റില്ല. മണ്ണ് വാരി 25 വർഷമായി ഇപ്പം മണ്ണ് വാരിയിട്ട്. ആ 25 വർഷത്തെ മണ്ണ് തന്നെ അവിടെ കൂടി കിടക്കുക, വാരിക്കൊണ്ട് പോകാൻ ഒക്കത്തില്ല. ആരെങ്കിലും ഒരാൾക്ക് എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ പിടിച്ച് പോലീസ് അകത്തിടും. അപ്പോൾ അതുകൊണ്ട് ഈ മണ്ണ് വാരിക്കാൻ വരികയാണ് ഈ വെള്ളപ്പൊക്കം. ഒരു ദിവസം പോലും ഇല്ലാതെ വരും. പണ്ടുള്ള കാലങ്ങളിൽ മണ്ണെടുക്കുന്നുണ്ടായിരുന്നു, ഡെയിലി 100 ലോഡ് പോകുമായിരുന്നു. അന്ന് വരുമാനവും. റാന്നിയെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഞങ്ങൾക്ക് ഈ മുന്നറിയിപ്പുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ
രക്ഷ നേടാൻ പറ്റും. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മഴയില്ലായിരുന്ന ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. റാന്നിയിൽ മഴ പെയ്താൽ ഒരിക്കലും റാന്നിയിൽ വെള്ളം പൊങ്ങത്തില്ല. അതാണ് എൻ്റെ സത്യം. റാന്നിയിൽ മഴ പെയ്താൽ റാന്നിയിൽ വെള്ളം പൊങ്ങത്തില്ല. അത് താഴോട്ട് മാനേജ്മെൻറ്റിലുണ്ടായ ഒരു പിഴവാണ് സംഭവം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മുന്നറിയിപ്പ് സംവിധാനത്തിലുണ്ടായ ഏറ്റവും വലിയൊരു പിഴവ് ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. കാര്യം അവർക്കൊരു പമ്പയിലെ ഡാം തുറന്നു വിട്ടാൽ 4-4.5 മണിക്കൂർ എടുക്കും വെള്ളം ഇവിടെ എത്താൻ. അപ്പം ഞങ്ങൾക്കൊരു ഡാം തുറക്കുന്ന വിഷയമല്ല, അവിടെ ഒരു എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി ഉണ്ടായാൽ അത് ഞങ്ങളെ ആ സമയം തന്നെ അറിയുക. ഇന്നിപ്പോൾ സാറ്റലൈറ്റ് സംവിധാനത്തിലൂടെയൊക്കെ എല്ലാം അറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളുടെ ബന്ധപ്പെട്ട ആളുകളെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് അലർട്ട് കൊടുക്കുക. അതിനൊരു സംവിധാനം തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സംവിധാനത്തിൻ്റെ പേപ്പർ പോലും ഇപ്പം കളക്ടറിൽ കാണുമെന്നറിയില്ല. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നൂഹ് ചെയർമാനായിരുന്നപ്പോൾ ഞങ്ങളൊരു പദ്ധതി തയ്യാറാക്കി. അതായത് ഇവിടെയുള്ള പള്ളികളെ, അമ്പലങ്ങളെ, മോസ്കുകളെ, അതോടൊപ്പം തന്നെ സൗണ്ട് സിസ്റ്റം ഉടമകളെ ഇവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങളുടെ വ്യാപാരികളും ചേർന്ന് ഒരു അലേർട്ടിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. ഇവർ ജസ്റ്റ് 24/7 വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ 3 ഫോൺ നമ്പറുകൾ അവർക്ക് കൊടുത്തിരുന്നു. അതിലേതെങ്കിലും ഒരു നമ്പറിൽ അവർ അലർട്ട് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഇവരെ എല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വ്യാപാരികൾ മാത്രമല്ല ഈ തീരദേശത്ത് താമസിക്കുന്ന ജനങ്ങളെ ഉൾപ്പെടെ സഹായകരമാകത്തക്ക രീതിയിലുള്ള ഒരു അനൗൺസ്മെൻറ്റിന് ഞങ്ങൾക്ക് സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അത് ഉപയോഗിച്ചില്ല എന്നുള്ളത് വളരെ ദുഃഖമുണ്ട്. ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കണം. ഇനിയിപ്പോൾ നമ്മൾ ആരെയും വ്യക്തിപരമായിട്ട് കുറ്റപ്പെടുത്തില്ല. ഉദ്യോഗസ്ഥർക്ക് അതിന് ചുമതലപ്പെട്ട ആളുകൾ അത് ഇനിയെങ്കിലും ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വേറെയും മണൽ സംബന്ധമായ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതൊക്കെ ടെക്നിക്കലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പം 5 അടി മണൽ അവിടെ ആറ്റിൽ പൊങ്ങി കാണുകയല്ല 6 അടി വെള്ളം ഇവിടെ കയറാൻ വേണ്ടി. ഒരിക്കലും ഞാൻ അതിന് വിശ്വസിക്കുന്നില്ല. എങ്കിൽ തന്നെ ഈ മണ്ണ് സ്വീപ്പിംഗ് സിസ്റ്റത്തിലൂടെ മണ്ണ് നീക്കം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അത് MLAക്ക് നമ്മൾ അദ്ദേഹത്തിന് സ്വീകരണം നൽകിയപ്പോൾ തന്നെ അതിനുള്ള നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന്, ഞാൻ എൻ്റെ ചെറുപ്രായത്തിലൊക്കെ, ചെറുപ്രായം എന്ന് പറഞ്ഞാൽ 10-20 വയസ്സുള്ള കാലഘട്ടത്തിലൊക്കെ ഈ ഫോറസ്റ്റിലൊക്കെ സെലക്ഷൻ ഫെല്ലിംഗ് ഉണ്ടായിരുന്നു. വലിയ മരങ്ങൾ മാർക്ക് ചെയ്തിട്ട് അതിനെ വെട്ടിമാറ്റുക. എന്നിട്ട് ഇപ്പോൾ ഫോറസ്റ്റ് തീർത്തും അത് സെലക്ഷൻ ഫെല്ലിംഗ് ഇല്ല. പണ്ട് 2 തരം മരം വെട്ടുണ്ടായിരുന്നു, സെലക്ഷൻ ഫെല്ലിങ്ങും ക്ലിയർ ഫെല്ലിങ്ങും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സെലക്ഷൻ ഫെല്ലിംഗ് പോലും നടക്കുന്നില്ല. അത് മലയുടെ ഭാരം കൂട്ടാൻ തീർച്ചയായിട്ടും അതാണ് ശാസ്ത്രീയമായിട്ട്. അതുതന്നെയാണ് കൃത്യമായിട്ട് അലർട്ടുകൾ ഉൾപ്പെടെ കൃത്യമായി വ്യാപാരികൾക്ക് നൽകാത്തതാണ് റാന്നിയിലടക്കം ഇത്തരത്തിലുള്ളൊരു വലിയ പ്രളയത്തിൽ വലിയ വ്യാപാരികൾക്ക് കോടികളുടെ നഷ്ടമുണ്ടാകാൻ കാരണമായത്. അത്തരത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അടക്കം പിഴവുണ്ടായി, ഈ അലർട്ട് നൽകുന്നതിൽ പിഴവുണ്ടായി എന്നടക്കമുള്ള പരാതിയും ആണ് ഈ വ്യാപാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.